ആ പോകല്ലാതെ രക്ഷല്ല. ഇവിടെ കടന്നിട്ട് എന്തള്ളതും മുറിച്ചില്ലേ. അങ്ങോട്ട് നടത്തി സമാധാനായില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? എന്റെ മുറിച്ചപ്പോ സമാധാനായില്ലേ? നിങ്ങള് അശിച്ചു പോകും പണ്ടാറ് വരെ. എന്ത് വരണമായി ചെപ്പോ ഞാൻ വരും, എവിടെയും തൊടാൻ പറ്റൂല, മുറിച്ചില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ്മി അൻവർ ഷാ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ജാസിയെ പാതെടുത്ത് ഉടുക്കുന്ന കുറച്ച് വീഡിയോ ക്ലിപ്പുകളാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മൾ ആദ്യം ഒരു വീഡിയോ കണ്ടില്ലേ, അതിൻ്റെ ഒരു ബാക്കി വേറൊരു പോർഷനോടെ ഉണ്ട്, അതുകൂടെ കണ്ടിട്ട്. എനിക്ക് വ്യക്തിപരമായി ജാസി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഒരു എതിർപ്പൊന്നുമില്ല. എന്നാൽ അയാളുടെ ചില നിലപാടുകൾ അല്ലെങ്കിൽ ചില വാക്കുകൾ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റിയതൊന്നുമല്ല. പുള്ളി സ്വന്തമായിട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണെന്ന് പറയുന്നുണ്ട്, എന്നാൽ ആ കമ്മ്യൂണിറ്റിപ്പെട്ട ആരും ജാസി അംഗീകരിക്കുന്നുമില്ല. അതെന്തായാലും വഴിയെ നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഒരു ക്ലിപ്പ് കൂടെ കണ്ടിട്ട് വരാം. ഇനി ഞാനത് മുറിച്ചത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഈ കായ് മുറിച്ച് കൊണ്ട് ഇതാ വെളിച്ചെണ്ണ കുപ്പി. ഇനി ഇത് 3 ഉണ്ടുണ്ട്, 1 എക്സ്ട്രാ ഉള്ളതാ. ഇത് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടും ഓരോ തെണ്ടികള് പറയുന്നു മുറിച്ചിട്ടില്ല. നല്ല ഇടങ്ങറുണ്ട്. ഞാൻ ഇത് എങ്ങനെ കാണിച്ചു തരാം? അപ്പൊ ഞാന് പറ്റിച്ചേ പൊന്നെ സഖി. എന്തിനാ പിണക്കമെന്നോട്? എന്തിനാ? അല്ല പൊന്നെ പെൺവേദന പറ്റിച്ചേ. കാര്യം എന്ന് പറഞ്ഞാൽ ഫഹദിന്റെ റിയാക്ഷൻ ഒരു രക്ഷയില്ല. അടിപൊളി ആക്ട് ചെയ്യാണ്. ചിരിച്ച് ഞാൻ അത് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഈ ടോപ്പിക്ക് ഞാൻ എടുത്തത്. അപ്പോൾ ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസി ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് ശക്തമായി പ്രതികരിക്കുന്ന ഒരു വീഡിയോ ആണ് വരുന്നത്. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് ജാസി തങ്ങളിൽപ്പെട്ട ആളല്ല, ഞങ്ങൾ അയാളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ജാസി സ്വയമേ പറയുന്നത് ഞാൻ ആ കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ്, ഞാൻ അവരിൽപ്പെട്ട ആൾ തന്നെയാണ് എന്നുള്ളത്. പക്ഷേ അവർക്കാർക്കും ഞാൻ ഇത്ര ഹൈ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് എന്നെ ഇഷ്ടമല്ല, എന്നെ അടുപ്പിക്കുന്നില്ല എന്നാണ് ജാസി പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വുമൻസ് ബട്ടർഫ്ലൈ ഓരോ ഗ്രൂപ്പിൽ ഇങ്ങനെ എന്നെ കുറിച്ച് ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുക. എന്തിനാ ഇവർ ചർച്ച ചെയ്യുന്നത്? ഞാൻ എങ്ങനെയെങ്കിലും പബ്ലിസിറ്റി ആവും. ഞാൻ പലതും പറയും, പലതും ചെയ്യും. അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. അതൊന്നും കേട്ട് ഇവര് കുറയ്ക്കേണ്ട ഒരു ആവശ്യം അവർക്ക് വരുന്നില്ല. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞല്ലോ, സത്യം പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി വളരാത്ത കാരണം ഈ കമ്മ്യൂണിറ്റിനെ തളർത്തുന്ന അല്ലെങ്കിൽ പിടിച്ചു വലിക്കുന്ന ഒരുപാട് പേരുണ്ട്. എങ്ങനെയെങ്കിലും ലോകം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. ഇതുങ്ങളുടെ ഈ തൊലിച്ചിത്തരം കണ്ടിട്ട് ഒരാണ് പെണ്ണായിട്ട് നടന്ന് വേഷം കെട്ടിയിട്ട് സാരി എടുത്ത് നടന്നതും പോരാ, എന്നിട്ട് പറയാ ഇന്നെ പറ്റിയിട്ട് ഇങ്ങനെ വലിയ റെയിൻബോ ഇതിൻ്റെ ഇതിലൊക്കെ പറഞ്ഞ പെണ്ണുങ്ങളുടെ ഇതിലൊക്കെ പറയാൻ നിൽക്കുന്നത്. ഞാൻ ഫേമസ് ആകാതെ ഞാൻ ഫേമസ് ആകുന്ന എൻ്റെ മയിലാകം കടലിൽ വിരിയുന്നതോ. എടാ പൊന്നു ഡേഷ് മോനെ, എടാ കള്ളക്കുണ്ട, എന്താ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ കമ്മ്യൂണിറ്റി എന്താ വളരാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെണ്ണൂറും ചാണകപ്പൊടിയും ഒക്കെ പുറത്ത് മിക്സ് ചെയ്ത് വെള്ളം കൊടുത്താൽ കമ്മ്യൂണിറ്റി വളരും. ആ കമ്മ്യൂണിറ്റി എലിജി പറയുന്നു ചിലക്കാണ്ട് പോട നായ എടാ പന്നി ലക്ഷണം കെട്ടോനെ എൻ്റെ സാരി ഇതൊക്കെ ഊരി വെച്ചിട്ട് ഒരാണിൻ്റെ പോലെ ആക്കിയിട്ട് ആ പഴയ പോലെ തന്നെ താടിയും മുടിയൊക്കെ വളർത്തിയിട്ട് ഡെയിലി രാവിലെ പണിക്ക് പോ. എന്നിട്ട് എൻ്റെ കുടുംബം നോക്ക്, ചെല്ല് പോയി കെട്ട്, ഒരു കല്യാണം കഴിക്ക്. ഒരാണിൻ്റെ വണ്ടി പിടിച്ച് ആട്ടി നടക്കാതെ ചെല്ലട നായി, ലേശനം കെട്ട നായി. 24 മണിക്കൂർ ആ കുടമണി ഇങ്ങനെ കൂട്ടിയിട്ട് നിന്നി ആട്ടി നടക്കാതെ പോയി കല്യാണം കഴിക്ക്, ഒരു കുടുംബം ഉണ്ടാക്ക്. എന്നിട്ട് ബിരിയാണി അയപ്പോൾ പൊളിച്ചത് തിന്നിട്ട് വയറും പൊത്തി പിടിച്ച് നാറി ചേറ്റ. നാണം ഉണ്ടോ നിനക്ക്? നാണം ഉണ്ടോ നാറിയെ? എത്ര നിന്നെ ആൾക്കാർ പറയുന്നു ഞങ്ങളെ കമ്മ്യൂണിറ്റിയിലല്ല കമ്മ്യൂട്ടി അല്ല എൻ്റെ കുമ്മുട്ടി. എത്ര പെണ്ണാവാൻ ശ്രമിച്ചാലും ഇല്ലേ, എൻ്റെ ഉള്ളിലുള്ള ആണില്ലേ
അത് പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഈ നടക്കുമ്പോൾ ആ പുറത്തേക്ക് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും താഴെ. പെണ്ണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ പഠിച്ചതാണ്. ഈ അന്ന ഇങ്ങനെയും പഠിച്ചത്. ഒരാണാണ്, നല്ല താടിയും മീശയൊക്കെ ഉണ്ടായിരുന്നില്ല നായിയെ. എന്തിനാ അതൊക്കെ പഠിച്ചിട്ട് ഈ വക പേക്കോലം കെട്ടിയിട്ട് നടക്കുന്നത്? അണക്കെന്നെ അറിയാം, അണക്ക് ഇപ്പം എന്താക്കിയാലും ഇപ്പോൾ മൂട്ടിൽ കൂടെ ഞങ്ങൾ സെക്സ് തന്നെ അല്ലല്ലോ, സെക്സ് ചെയ്യാറില്ല, സെക്സ് ചെയ്താലല്ല ഞങ്ങൾക്ക്. എന്നിട്ട് ഇജന്നെ വന്നിട്ട് പറയുന്നത് സെക്സ് ചെയ്യാതെ മറ്റേ ഞങ്ങൾ പ്രഗ്നൻ്റ് ആണ്, ഞാൻ 5 മാസമായി. കാറ്റടിക്കുക, മൂട്ടിൽ പൈപ്പ് വെച്ചിട്ടുണ്ട് കാറ്റടിച്ച് കയറ്റല. അത് ഇപ്പം അവിടുത്തെ എൻ്റെ മറ്റേ എന്താണ് സൂന ചെത്തിയിട്ട് നിപ്പിളിട്ടോ, എന്നിട്ട് അതുവഴി വണ്ടിക്കൊക്കെ ഗ്രീസ് അടിക്കണ മാതിരി അടിച്ച് കയറ്റല. എവിടുന്നറ നായി വരുന്നത് ലേശണം കെട്ടപ്പാന്നി. ഇങ്ങനെ നിങ്ങൾ നാട്ടിലുള്ള പെണ്ണുങ്ങളോട് ഇട്ടോ ഈ നായി ഇങ്ങളെ നേരെ തിരിഞ്ഞുകൊണ്ടിരിക്കണത്. ആണുങ്ങൾക്ക് ഞങ്ങളതിൽ തള്ളി പോട്ട് നിങ്ങളെ ഇതിലാ കയറി പിടിച്ചിരിക്കണത്. എങ്ങനെ പ്രസവിക്കുക, എങ്ങനെ ഇതാക്കുക. ഒരാണ് പ്രസവിച്ച ഒരു ചരിത്രം എവിടെയും വന്നിട്ടില്ല. പടച്ചോൻ വിചാരിക്കണം. എന്നിട്ടിപ്പം കൊണ്ടുപോയിട്ട് കമ്മൂട്ടി ഉണ്ടാക്കാൻ വന്നത്. കമ്മൂട്ടി വളരാത്ത് ഞാൻ തന്നെയാണ് കുശുമ്പും കുഞ്ഞായി കമ്മൂട്ടി വളരാത്ത്. ഇവൻ്റെ ഇത് കേട്ട് നടക്കാനല്ല അവിറ്റക്കൊക്കെ പണി. എടാ നായി അവിറ്റ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെങ്കിൽ അവിറ്റ നല്ലോണം കഷ്ടപ്പെട്ട് ആ ഓപ്പറേഷൻ ചെയ്ത് അവിറ്റാൾ പെയിൻ വേദന എടുത്തിട്ട് അതൊക്കെ മാറിയിട്ടാണ് അവിറ്റ നടക്കുന്നത്. നിൻ്റെ മാതിരി ഇങ്ങനെ പാതിരാക്കുണ്ടാ ഇങ്ങനെ നാട്ടിൽ കൂടെ നടന്നിട്ട് ആൾക്കാരെ പറ്റിക്കണില്ല. ചേറ്റ കഴിവത്. അപ്പോൾ അതിന് അരിശം അങ്ങോട്ട് തീരുന്നില്ല ജാസിയെ പറഞ്ഞിട്ടും. എന്തായാലും ജാസിക്കെതിരെ പറയാൻ ഇങ്ങനെ ഒരാളെങ്കിലും ഉള്ളത് കാര്യമായി. അതുകൊണ്ട് നമുക്കൊക്കെ കാണാം, ചിരിക്കാം. അതുമാത്രമല്ല, ജാസിയോട് വ്യക്തിപരമായി നമുക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ അവരുടെ ചില നിലപാടുകൾ, കുറച്ച് സംസാരങ്ങൾ, അവർ ഫേമസായി നിൽക്കാൻ വേണ്ടി ഏത് ലെവൽ വരെയും പോകും, അല്ലെങ്കിൽ ഫെയിമിൽ നിൽക്കാൻ വേണ്ടി ഏത് ലെവൽ വരെ പോകും, അങ്ങേയറ്റം വരെ അവർ ചെയ്യുകയും ചെയ്യും. അവരങ്ങനെയൊക്കെ ചെയ്താലേ നമുക്കൊക്കെ അരി മേടിക്കാനുള്ള ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു വീഡിയോയും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്. അപ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മാക്സിമം പരിഗണിക്കുക. താങ്ക്